എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കാട്ടിലെ രാജാവാണ് സിംഹം. സിംഹത്തെ ആരെങ്കിലും രാജാവായി വാഴിക്കുന്നുണ്ടോ? ഇല്ല. അവൻ തൻ്റെ ശക്തിയും ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ഉപയോഗപ്പെടുത്തി ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കുന്നതാണ് ആ സ്ഥാനം. അവനെ രാജാവായി വാഴിക്കുവാൻ ഒരു ഗോഡ് ഫാദേഴ്സും ഇല്ല, അനുയായികളില്ല, ഹെൽപ്പേഴ്സും ഇല്ല. സിംഹം കാട്ടിലെ ഏറ്റവും വലിയ മൃഗമല്ല, അത് ആനയാണ്. അതുപോലെ തന്നെ കാട്ടിലെ ഏറ്റവും ഉയരമേറിയ മൃഗവും സിംഹമല്ല, അത് ജിറാഫാണ്. സിംഹത്തെക്കാൾ ബുദ്ധി കൂർമ്മതയുള്ളത് കുറുക്കന്മാർക്കാണ്. കാട്ടിലെ ഏറ്റവും വേഗതയേറിയ മൃഗവും സിംഹമല്ല, അത് ചീറ്റ ആണ്. പക്ഷെ കാട്ടിലെ രാജാവ് ഇവരാരുമല്ല, അത് സിംഹമാണ്. എന്താണ് കാര്യം? സിംഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ആണ് അവനെ കാട്ടിലെ രാജാവാക്കി മാറ്റുന്നത്. സിംഹത്തിന്റെ നടത്തം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ധൈര്യവും ആത്മവിശ്വാസവും തുളുമ്പുന്ന നടത്തം. ഭയം ലെവലേശമില്ല. താൻ അൺസ്റ്റോപ്പബിൾ ആണെന്ന് സിംഹം വിശ്വസിക്കുന്നു. ഏതൊരു മൃഗവും തനിക്ക് ഇരയാണെന്ന് സിംഹം വിശ്വസിക്കുന്നു. തനിക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളും നഷ്ടപ്പെടുത്താതെ തൻ്റെ ഇരയെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി അവൻ ഉപയോഗപ്പെടുത്തുന്നു. ആ ഇര തൻ്റെ കൈകളിൽ നിന്നും വഴുതി പോകാതെ തൻ്റെ ശക്തി മുഴുവൻ ഉപയോഗപ്പെടുത്തി ദീർഘനേരം പിടിച്ചു നിന്ന് അവയെ കീഴ്പ്പെടുത്തുന്നു, അവയെ ഭക്ഷണമാക്കി മാറ്റുന്നു. സിംഹത്തിൽ നിന്നും നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിച്ചെടുക്കുവാൻ സാധിക്കും. ജേതാവായി തീരുവാൻ നാം മറ്റുള്ളവരെക്കാൾ ഉയരം കൂടിയവരോ വിദ്യാഭ്യാസ യോഗ്യതകൾ കൂടിയവരോ ബുദ്ധികൂർമ്മത കൂടിയവരോ ആകണമെന്നില്ല. സിംഹത്തെ പോലെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് സ്വന്തമാക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഡിറ്റർമിനേഷൻ ആൻഡ് കറേജ്, പരിശ്രമിക്കുവാനുള്ള ഒരു മനസ്സ്, അതിനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. സെൽഫ് കോൺഫിഡൻസ്, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന ഉറച്ച ആത്മവിശ്വാസം നാം നേടിയെടുക്കണം. ഓപ്പർച്യൂണിറ്റി അവയർനെസ്, നമ്മുടെ മുമ്പിലെത്തുന്ന അവസരങ്ങൾ അപ്പോൾ തന്നെ ഉപയോഗിക്കുന്നതിനുള്ള കഴിവും തൻ്റെ ഇടവും നാം സ്വന്തമാക്കിയെടുക്കണം. റെസിലിയൻസ് ആൻഡ് അൺഡിഫീറ്റബിൾ സ്പിരിറ്റ്, പരിശ്രമങ്ങളിൽ തളരാതെ പിടിച്ചു നിന്ന് പോരാടി അന്തിമ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള നിശ്ചയദാർഢ്യവും മനസ്സും നമുക്കുണ്ടായിരിക്കണം. പരാജയ ചിന്തകളെ നമ്മിൽ നിന്നും തൂത്തെറിഞ്ഞ് വിജയ ചിന്തകളും ആത്മവിശ്വാസവും നമ്മിൽ നിറയ്ക്കുക. നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങളിലെ സിംഹത്തെ പുറത്തു കൊണ്ടുവരിക. ഒരു ജേതാവായി തീരുക. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവരും നേട്ടങ്ങളും ഐശ്വര്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും സന്തോഷവും എല്ലാം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എന്നെ ശ്രമിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്, നിങ്ങളെയൊക്കെ അഭിനന്ദിക്കുകയാണ്. പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലസ്ഡ്. താങ്ക് യു.